നിങ്ങളുടെ ജീവിതം നിങ്ങളുടെ നിയന്ത്രണത്തിൽ ആകണമെങ്കിൽ സ്വന്തം കഴിവുകളിൽ വിശ്വസിക്കുക. നിങ്ങൾക്ക് എത്ര വേണ്ടപ്പെട്ടവർ ആണെങ്കിലും അവരോട് നിങ്ങളെപ്പറ്റി എല്ലാ കാര്യങ്ങളും തുറന്നു പറയരുത്. കാരണം എന്നെങ്കിലും നിങ്ങൾ അവരുമായി പിണങ്ങിയാൽ അന്നവർ അവർക്ക് വേണ്ടപ്പെട്ടവരോട് നിങ്ങൾ പറഞ്ഞതെല്ലാം തുറന്നു പറയും. കൂടെയുള്ളവരുടെ പരിശ്രമങ്ങളെ ചോദിക്കാതെ തന്നെ തിരിച്ചറിയുകയും ആവശ്യം അറിഞ്ഞ് സഹായിക്കുകയും ചെയ്യുന്നത് എല്ലാ കാലവും നിലനിൽക്കുന്ന ബന്ധങ്ങൾ സൃഷ്ടിക്കും. വേഷം കൊണ്ട് ആരെയും അളക്കരുത്. തെരുവിൽ കിടക്കുന്ന കടലാസ് കഷ്ണമാണെങ്കിലും ഒരു നാൾ അത് പട്ടമായി ആകാശത്തുയർന്നാൽ തല ഉയർത്തി നോക്കേണ്ടി വരും നിങ്ങളും ഞാനും. നല്ല കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുക. ആരെയും ബോധ്യപ്പെടുത്താൻ ശ്രമിക്കാതിരിക്കുക. ആളുകൾ ഒരിക്കലും നമ്മളിൽ സന്തുഷ്ടരാവില്ല. ആരിൽ നിന്നും ഒരു നന്ദി വാക്ക് പോലും പ്രതീക്ഷിക്കേണ്ടതുമില്ല. ഫലം ഇച്ഛിക്കാതെ കർമ്മം ചെയ്യുക. വിജയം ഉറപ്പായും നമ്മെ തേടിയെത്തും. സ്നേഹം ചെറുപ്പത്തിൽ സൗജന്യമായി ലഭിക്കുന്നു. യൗവനത്തിൽ സ്നേഹത്തിനായി അധ്വാനിക്കേണ്ടി വരുന്നു. വാർദ്ധക്യത്തിൽ സ്നേഹത്തിനായി യാചിക്കേണ്ടി വരുന്നു. അസൂയക്കാരന് ഒരിക്കലും മനസ്സമാധാനം ഉണ്ടാകില്ല. എന്നാൽ നന്നായി ജീവിച്ചവൻ മരണത്തെപ്പോലും ഭയക്കുന്നില്ല. മറ്റുള്ളവരുടെ കുറ്റങ്ങൾ പറയുന്ന സദസ്സിൽ നിങ്ങൾ ഒരിക്കലും ഇരിക്കരുത്. കാരണം നിങ്ങളിരുന്ന കസേര ഒഴിയുന്ന സമയം മുതൽ അവരുടെ അടുത്ത ചർച്ച നിങ്ങളായിരിക്കും. അറിവാണ് ഒരു മനുഷ്യൻ്റെ ഏറ്റവും വലിയ മിത്രം. അറിവ് നേടുന്ന വ്യക്തി എല്ലാ സ്ഥലങ്ങളിലും ബഹുമാനത്തിന് പ്രാപ്തനാകുന്നു. അറിവ് ഒരു വ്യക്തിയുടെ കുറവുകളെ പരിഹരിക്കുന്നു. സംഭവങ്ങളും പ്രശ്നങ്ങളും അല്ല, അവയോട് വച്ചുപുലർത്തുന്ന നമ്മുടെ മനോഭാവമാണ് അതിജീവനത്തിൻ്റെ കരുത്ത്. ഇന്നലെകൾ ഓർമ്മകളായി, നാളെകൾ പ്രതീക്ഷകളുമാണ്. ജീവിതം എന്നത് ഇന്നാണ്. നിങ്ങളുടെ മനസ്സ് തകർന്നതായി ആർക്കും തോന്നരുത്. കാരണം തകർന്ന വീടിൻ്റെ ഇഷ്ടികകൾ എടുത്തുമാറ്റുവാൻ കാത്തിരിക്കുന്നവരാണ് മിക്കവരും. നിങ്ങൾ ഒരാളെ എത്ര വേണമെങ്കിലും പ്രശംസിച്ചോളൂ. പക്ഷേ അപമാനിക്കുമ്പോൾ ഒരു നിമിഷം ചിന്തിക്കണം. കാരണം അപമാനം എന്നത് അവസരം ലഭിക്കുമ്പോൾ നൽകുന്ന വായ്പയാണ്. എല്ലാവരും പലിശ സഹിതം തിരികെ നൽകുന്നു. പരിഹാസങ്ങളും പുച്ഛങ്ങളും നേരിടേണ്ടി വന്നിട്ട് ജീവിതത്തിൽ വിജയിച്ചവർക്ക് ഒരു പ്രത്യേകതയുണ്ട്. ഏതൊരു സാഹചര്യത്തിലും അവർക്ക് ചെറുത്തു നിൽക്കാൻ പറ്റും. വെള്ളപ്പൊക്കം വരുമ്പോൾ മത്സ്യം ഉറുമ്പുകളെ തിന്നുന്നു. എന്നാൽ വെള്ളം വറ്റുമ്പോൾ ഉറുമ്പുകൾ മത്സ്യത്തെ ഭക്ഷിക്കുന്നു. ജീവിതം എല്ലാവർക്കും അവസരങ്ങൾ നൽകുന്നു. അവരവരുടെ ഊഴത്തിനായി കാത്തിരിക്കണം. ചില ചതികളിൽ നമ്മൾ വിഷമിക്കുന്നത് ചതിക്കപ്പെട്ടതുകൊണ്ടല്ല, നാം ഒരുപാട് സ്നേഹിച്ചവർ ആണല്ലോ നമ്മെ ചതിച്ചത് എന്നോർക്കുമ്പോഴാണ്. നക്ഷത്രങ്ങൾ പോലെയാണ് നല്ല സുഹൃത്തുക്കൾ. അവരെ എപ്പോഴും കാണണമെന്നില്ല. എങ്കിലും നമ്മുടെ നല്ലതിനു വേണ്ടി അവർ കൂടെ ഉണ്ടാകുമെന്നത് തീർച്ചയാണ്. നിങ്ങൾ ആത്മാർത്ഥത ഉള്ളവർ ആണെന്ന് കരുതി മറ്റുള്ളവരും അങ്ങനെ ആയിരിക്കുമെന്ന് ആഗ്രഹിക്കുന്നത് തന്നെ വിഡ്ഢിത്തമാണ്. ഇല്ലായ്മകളെക്കുറിച്ച് ചിന്തിച്ച് വിഷമിക്കുന്നതല്ല ജീവിതം. ഉള്ളതിനെക്കൊണ്ട് തൃപ്തിപ്പെടുന്നതാണ് ജീവിതം. അതായിരിക്കണം ജീവിതം. കോപത്തിലും സ്നേഹത്തിലും അതിരു കവിയരുത്. ശത്രു ഒരുനാൾ മിത്രവും മിത്രം ഒരുനാൾ ശത്രുവും ആയേക്കാം.